സ്ഥാനങ്ങളുടെ വ്യത്യാസത്തെ, പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും പൊതുവ്യത്യാസം. ഈ ഷോർട്ട് ട്രിക്ക് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തരും നിങ്ങൾക്ക്. എന്നിട്ട് ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ പദങ്ങളുടെ വ്യത്യാസം 48, 102 54 നമ്മളുള്ളത്. സ്ഥാനങ്ങളുടെ വ്യത്യാസം 18 10 നമ്മൾ വ്യത്യാസം 8, 48/8 നമുക്ക് 6 കിട്ടും പൊതുവ്യത്യാസം. ഇനി കണക്ക് എങ്ങനെയാണ് നോർമലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ 10ാം പദം എന്ന് പറഞ്ഞാൽ A+9D അല്ലേ 10ാം പദം എന്ന് പറയുന്നത്. ഈ A+9D അല്ലേ 54. ഓക്കെ. 18ാം പദം എന്ന് പറഞ്ഞാൽ A+17D അല്ലേ 18ാം പദം. A+17D അല്ലേ 102. രണ്ട് ഇക്വേഷൻസ് ആയില്ലേ, ഇത് ഒന്നാമത്തേത് ഇത് രണ്ടാമത്തേത്. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കുറച്ച് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ആദ്യത്തെ ഇക്വേഷൻ കുറച്ചാൽ എന്ത് സംഭവിക്കും? 102 നിന്ന് 54 കുറച്ചാൽ 48. എയിൽ നിന്ന് A കുറച്ചാൽ 0, 17D 9D കുറച്ചാൽ 8D. കണ്ടോ? അപ്പൊ 8D = 48 എന്ന് കിട്ടും. അതിൽ നിന്ന് D = 48 / 8, 48 / 8. സോ 6 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. 6. മക്കളെ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി 6 എന്ന് കിട്ടും. അതാണ് ഈ കണക്ക് ചെയ്യാനുള്ള നോർമൽ മെത്തേഡ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തന്നത് ഈ കണക്ക് ചെയ്യാനുള്ള ഷോർട്ട് മെത്തേഡാണ്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കാര്യങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കിയാലോ മുന്നോട്ട്.